ഉരുളക്കിഴങ്ങ് ഇട്ട് വറുത്തരച്ച ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചിരകിയ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂത്ത് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി, പിന്നെ കുറച്ച് സവാളയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അത് നന്നായി വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ച അരപ്പ് അതുകൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കഴുകി നുറുക്കി വെച്ചേക്കുന്ന ചിക്കൻ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായി വെന്ത് സെറ്റായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ചുവന്നുള്ളിയും പിന്നെ ഒരു ഇതിൽ വേപ്പിലയും ഇട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം.